ഹായ് ഓൾ, എല്ലാവർക്കും I+ ട്രേഡിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് പവർ സീരീസ് ആണ്. അപ്പൊ എന്താണ് പവർ സീരീസ്, ഈ റേഡിയസ് ഓഫ് കൺവേർജൻസ് പഠിച്ചിട്ട് എന്താണ് ഗുണം, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ എന്താണ് പവർ സീരീസ് എന്നുള്ളത് നോക്കാം. ഓക്കെ, The series of the form series an x raised to n is a power series about x equal to 0. അപ്പോൾ x ഈക്വൽ ടു 0 വെച്ചിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പവർ സീരീസിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ഇതാണ്, സീരീസ് an x raised to n. അല്ലെ, ഇത് എങ്ങനെയാണ് ഇപ്പൊ നേരത്തെ പഠിച്ച സീരീസിൽ നിന്ന് എങ്ങനെയാണ് ഇത് ഒരു വ്യത്യസ്തമാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആക്ച്വലി ഇതേപോലത്തെ ഇൻഫൈനൈറ്റ് സീരീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെ, അവിടെ നമ്മൾ പഠിച്ച സമയത്ത് കൺവേർജൻസും ഡൈവേർജൻസും സിംപ്ലി ആ സീരീസ് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിന്റെ വാല്യൂ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇവിടെ പവർ സീരീസിന്റെ കൺവേർജൻസും ഡൈവേർജൻസും നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇൻഫൈനൈറ്റ് സീരീസ് തന്നെയാണ്, സെയിം ആണ് രണ്ടും. ഓക്കെ, ഇനി ജനറൽ ഫോം ഓഫ് ദ പവർ സീരീസ് എബൌട്ട് എക്സ് ഈക്വൽ ടു എ ആണെങ്കിൽ അതിന്റെ ഫോം എന്ന് പറയുന്നത് സീരീസ് an എക്സ് മൈനസ് എ ദ ഹോൾ റേസ് ടു എൻ ആണ്. ഇതിന് ജോമെട്രിക്കൽ മീനിങ് ഒന്നും പഠിക്കാൻ പോകണ്ട, ജസ്റ്റ് എന്താണ് പവർ സീരീസ് എന്നുള്ള മനസ്സിലാക്കുക. ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുക, അതിന്റെ സെന്റർ എ ആയിട്ടുള്ള സർക്കിളിന്റെ കൺവേർജൻസ്, ആ രീതിയിലാണ് നമ്മൾ ഇത് പറയുന്നത്. അതിലേക്കൊന്നും പോവാതെ തന്നെ നമുക്കിത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നോക്കൂ, സീരീസ് എൻ അല്ലെ എക്സ് റേസ് ടു എൻ ബൈ എൻ എന്നുള്ള രീതിയിലാണ്. നോക്കൂ, അതേപോലെ തന്നെയല്ലേ സീരീസ് അല്ലെ എന് പകരം ഇവിടെ എന്താന്നേ ഉള്ളൂ, 1/n ആണുള്ളൂ, 1/n ഇൻറ്റു അല്ലെ എക്സ് റേസ് ടു എൻ. ഇതെന്താണ്, എന്ത് ടൈപ്പ് പവർ സീരീസ് ആ പവർ സീരീസ് എബൌട്ട് ഇവിടെ എക്സ് ഈക്വൽ ടു എന്താ 0 എന്നുള്ള രീതിയിലാണ് അല്ലെ, കാരണം എക്സ് മൈനസ് എ ഓൾ റേസ് ടു എൻ ആണ്. എബൌട്ട് എക്സ് ഈക്വൽ ടു 0 ആവാൻ കാരണം എന്താ, എ എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്, എക്സ് റേസ് ടു എൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് പവർ സീരീസിന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ റേഡിയസ് ഓഫ് കൺവേർജൻസ്, അതേപോലെ തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് എന്താണെന്നും കൂടി നോക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ എന്താന്ന് നോക്കാം. The greatest interval centered at A such that the power series an x minus a the whole raised to n converges at every point within it is called as interval of convergence. ആ പേരിൽ തന്നെ ഉണ്ട്. ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഇന്റർവെൽ തന്നെയാണ്. ആ ഇന്റർവെലിന്റെ ഉള്ളിൽ നമുക്ക് തന്നിട്ടുള്ള പവർ സീരീസ് എന്ത് ചെയ്യും, കൺവേർജ് ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടേം കൊടുക്കുകയാണ്, ഒരു ടേം പോസിറ്റീവ് ടേം ആയിട്ടുള്ള R കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ R-R ഉള്ളിൽ ഇങ്ങനെ ഒരു ഇന്റർവെൽ ഞാൻ കൺസിഡർ ചെയ്യാണ്. ഈ ഒരു ഇന്റർവെലിന്റെ ഉള്ളിൽ അത് സെന്റേർഡ് ആയിട്ട് എവിടെയെന്ന് പറഞ്ഞത് എയിലാണ് സെന്റേർഡ് ആയിട്ടുള്ളത് അല്ലെ. അപ്പോൾ എയിൽ സെന്റർ ചെയ്തിട്ടുള്ള ഒരു ഇന്റർവെൽ കൺസിഡർ ചെയ്യാണ്. -R എന്ന് പറയുന്ന ഒരു ഇന്റർവെൽ കൺസിഡർ ചെയ്തു. ഈ ഒരു ഇന്റർവെലിന്റെ ഉള്ളിൽ നമ്മുടെ പവർ സീരീസ് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ വാട്ട് വി ക്യാൻ സേ that is interval -R, R ആണ് ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് എന്ന് പറയാം. ഓക്കെ ആണോ? ഇനി ഒരു ടേമും കൂടി ഉണ്ട്, റേഡിയസ് ഓഫ് കൺവേർജൻസ് അല്ലെ. റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇന്റർവെലിന്റെ നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്ത ഈ ഇന്റർവെലിന്റെ ലെങ്ത്തിന്റെ ഹാഫ്, ആക്ച്വലി ഇതിന്റെ ലെങ്ത് എന്താ, -R to R ആണ് അല്ലെ. അപ്പൊ നെഗറ്റീവ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട, R+R 2R അല്ലേ ഇതിന്റെ ലെങ്ത്. ഓക്കെ ആണോ? ലെങ്ത് ഓഫ് ദിസ് ഇന്റർവെൽ -R is 2R. അതിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ, /2 എന്ന് പറയുമ്പോൾ R. അപ്പൊ ഈ ആറിനെയാണ് നമ്മൾ എന്ത് പറയുക, റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് ദ സീരീസ് എന്ന് പറയുക. അപ്പൊ ഇങ്ങനെ ടേം നോക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാവണമെന്നില്ല, ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ എന്താണ് ആ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നേരത്തെ എടുത്ത ആ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം കേട്ടോ. സമ്മേഷൻ എക്സ് റേസ് ടു n ബൈ n തന്നെ എടുത്തു. ഓക്കെ, ഇവിടെ a എന്താണ്, ഹിയർ a ഈക്വൽ ടു 0 ആണ് അല്ലെ, അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, എക്സ് മൈനസ് എ എന്നുള്ള രീതിയാണ്, എക്സ് മൈനസ് 0 എന്നുള്ള രീതിയിലാണ്, അപ്പൊ a ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞ ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റർവെൽ അല്ലെ, ഈ പവർ സീരീസ് കൺവേർജന്റ് ആയിട്ടുള്ള ഇന്റർവെൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാ ഇത് കണ്ടുപിടിക്കാം? നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നമുക്കറിയാം ഇതൊരു പവർ സീരീസ്, ഒരു ഇൻഫൈനൈറ്റ് സീരീസിൽ നമ്മൾ സാധാരണ രീതിയിൽ കൺവേർജൻസ് എങ്ങനെയാ ടെസ്റ്റ് ചെയ്യുക, ഇങ്ങനത്തെ ഒരു ടേം വന്നു കഴിഞ്ഞാൽ നമുക്ക് റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യാം അല്ലെ.
ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്യാം, എന്ത് റൂട്ട് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഐ തിങ്ക് റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നന്നാവുക. എന്താണ് റേഷ്യോ ടെസ്റ്റ് പറയുന്നത്? ഒരു എൽ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു. ദാറ്റ് ഇസ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലെ an+1 ഡിവൈഡഡ് ബൈ an. ഓക്കെ ആണോ? ഇത് മോഡുലസ് വാല്യൂ എടുക്കുകയാണ്. ഒന്നുമില്ല, പോസിറ്റീവ് ടേംസ് തന്നെയാണ് വരിക അല്ലെ. എക്സിന്റെ വാല്യൂ എന്താണെന്ന് അറിയില്ല, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് അറിയില്ല. അതുകൊണ്ട് an+1 ഡിവൈഡ് ബൈ an എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഹിയർ ഐ എം കൺസിഡറിങ് an ആസ് ഈ ഹോൾ ആയിട്ടുള്ള x⁴n/n നെ ഞാൻ എടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്താ ലിമിറ്റ് വരിക? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an+1 എന്ന് പറയുമ്പോൾ x⁴n+1 ഡിവൈഡഡ് ബൈ n+1. ക്ലിയർ അല്ലേ? ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ an ആ. n എന്ന് പറയുന്നത് x⁴n/n തന്നെയാണല്ലോ. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. അപ്പൊ n ഡിവൈഡഡ് ബൈ x⁴n വരും. നോക്കൂ, നിങ്ങൾ n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ അതിന് മുന്നേ നമുക്കൊന്ന് ക്യാൻസലേഷൻ ചെയ്യാം അല്ലെ. അപ്പൊ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി x⁴n ഇൻറ്റു x എന്ന് എഴുതാലോ, x⁴n+1 ഇൻറ്റു n ബൈ n+1 ഇൻറ്റു അല്ലെ x⁴n വരും. x⁴n ക്യാൻസൽ ചെയ്യും. അപ്പോൾ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക നോക്കൂ, ലിമിറ്റ് അല്ലെ നമുക്ക് എക്സ് നമ്മൾ അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. n ടെൻസ് ടു ഇൻഫിനിറ്റി എക്സിനെ ഞാൻ മോഡുലസ് എക്സ് എന്ന് വിളിക്കുകയാണ്. കാരണം നമുക്ക് അതിന്റെ സൈൻ ഏതാന്ന് അറിയില്ല, എക്സിന്റെ വാല്യൂ ആണ് കാണേണ്ടത്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് അറിയില്ല. സോ n ഡിവൈഡഡ് ബൈ n+1 വരും. നിങ്ങൾക്ക് അറിയാം അല്ലെ, ലിമിറ്റ് എന്ത് ചെയ്താൽ മതി, എക്സിന് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എന്നിനും n+1 അപ്പൊ n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ എന്താ വരിക? നിങ്ങൾക്ക് ഇതിന്റെ ലീഡിംഗ് ടേമിന്റെ കോഎഫിഷ്യന്റ് നോക്കുക. n ആണ് ഇവിടെ ലീഡിംഗ് ടേം, കോഎഫിഷ്യന്റ് എന്താ 1 ആണ്. 1 ഡിവൈഡഡ് ബൈ ഇവിടെ ലീഡിംഗ് ടേമും n ആണ്, കോഎഫിഷ്യന്റ് 1 ആണ്, ഇൻറ്റു മോഡുലസ് എക്സ് അല്ലെ എന്ന് പറഞ്ഞാൽ മോഡുലസ് എക്സ് എന്നാണ് നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ വരിക. ഓക്കെ ആണോ? ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ലീഡിംഗ് ടേം എന്ന് പറഞ്ഞതിന് പകരം നിങ്ങൾക്ക് n പുറത്തേക്ക് എടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. ഇപ്പൊ രണ്ട് മെത്തേഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എല്ലായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നോക്കുക, നമുക്ക് ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് കാണണ്ടേ. അതായത് എക്സിന്റെ വാല്യൂ എന്താകുമ്പോഴാണ് ഇവിടെ കൺവേർജന്റ് ആവുന്നത്. നമ്മൾ റേഷ്യോ ടെസ്റ്റ് ആണല്ലോ ഉപയോഗിച്ചത്. എന്താണ് റേഷ്യോ ടെസ്റ്റ് പറയുന്നത്? റേഷ്യോ ടെസ്റ്റിൽ നമുക്കറിയാം L<1 ആണെങ്കിൽ കൺവേർജന്റ് അല്ലെ. ഇനി L>1 ആണെങ്കിൽ ഡൈവേർജന്റ്. പിന്നെ നമ്മൾ പഠിച്ചു L=1 ആണെങ്കിൽ ഇൻകൺക്ലൂസീവ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, നമുക്ക് കൺവേർജന്റ് ആവുന്നതാണ് കാണണ്ടേ. അതായത് L എന്തായിരിക്കണം? >1 ആയിരിക്കണം. എന്താ ഇവിടെ L കിട്ടിയിരിക്കുന്നത്? എന്താ? മോഡുലസ് എക്സ് ആണ്. അപ്പൊ മോഡുലസ് എക്സ് എന്ന് പറയുന്ന വാല്യൂ >1 ആണെങ്കിലാണ് എന്ത്, ഈ ഒരു പവർ സീരീസ് കൺവേർജന്റ് ആവുന്നത് എന്ന് കിട്ടി. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് ആണ് കാണേണ്ടത്. മോഡുലസ് എക്സ് >1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ പറയാം? എന്താ മോഡുലസ് എക്സ് >1 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നിങ്ങൾക്ക് പറയാൻ പറ്റുക? നിങ്ങൾക്ക് -1 x>1 എന്ന് പറഞ്ഞൂടെ അല്ലെ. -1 x>1 എന്ന് പറയാം. അപ്പൊ നമുക്ക് കിട്ടി -1 1 അല്ലെ. ഇതിന്റെ ഉള്ളിലുള്ള ടേംസിലൊക്കെ, അതായത് നമ്മുടെ ഇവിടെ സെന്റേർഡ് അറ്റ് ഏതാ? 0 ആണ് അല്ലെ. നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് 0 ആണ്, x⁴n ആണ്. ഇനി ഇന്റർവെൽ ഏതാ? -1 ഉം 1 ആണ് ഇന്റർവെല്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് കൺവേർജന്റ് ആവുക. ഇനി ഒരു ഡൗട്ട് വരുന്നത്, -1 വന്നാലോ അല്ലെ, എക്സിന് -1 വന്നാലോ അവിടെ ക്ലോസ്ഡ് ഇന്റർവെൽ ആവോ? 1 വന്നാലോ? അതും കൂടി നമ്മുടെ ഒരു ഡൗട്ട് ആയിട്ടുണ്ട്. നമുക്ക് അതും കൂടി പരിഹരിക്കാം. നമുക്കറിയാം സീരീസ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതായിരുന്നു. സീരീസ് അല്ലെ x⁴n/n ആയിരുന്നു. നമ്മുടെ സംശയം എക്സിന് -1 ഉം 1 ഉം വന്ന, നമുക്ക് എക്സിന് 1 വന്ന എന്തായിരിക്കും സീരീസ് വരിക? സീരീസ് 1/n. 1നെ ഏത് n എഴുതാലും 1 തന്നെയാണ് അല്ലെ. 1/n എന്നുള്ള രീതിയിലാണ്. ഈ സീരീസിനെ നിങ്ങൾക്ക് അറിയാം, ഈ സീരീസ് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ? ഇത് ഡൈവേർജന്റ് അല്ലേ അല്ലെ. കാരണം എന്താ? പി സീരീസ് ആണ് n⁴1. 1 എന്ന് പറയുന്നത് p അല്ലെ, p=1 ആണെങ്കിൽ ഡൈവേർജന്റ് ആണ്. അപ്പൊ 1 ആവുമ്പോൾ നടക്കുവോ കൺവേർജൻസ്? റേഡിയസ് ഓഫ് കൺവേർജൻസ്, ഇന്റർവൽ ഓഫ് കൺവേർജൻസ് ആവൂ? ഇല്ല. അപ്പൊ ഇതല്ല. ഇനി -1 ഇതേപോലെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. -1 അല്ലെ, -1 n ഡിവൈഡഡ് ബൈ n. ഇവിടെയും സെയിം രീതിയിൽ തന്നെ നിങ്ങൾ കൺവേർജൻസ് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് യൂസ് ചെയ്യാം അല്ലെ. ഓൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ എന്താ പറയുന്നത്? 1/n എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് an > 0 ആയിരിക്കണം. 1/n ആണ്, an > 0 ആണ്. ഇനി an an+1 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് അറിയാം n+1 ആണ് n. അപ്പോ
1/n+1 എന്ന് പറയുന്നത് ലെസ് ദാൻ 1/n അല്ലെ. ക്ലിയർലി നോക്കൂ, an ഗ്രേറ്റർ ദാൻ an+1 ആയി. ഇനി അതിന്റെ ലിമിറ്റ് അല്ലെ n ടെൻസ് ടു ഇൻഫിനിറ്റി, an എന്താന്ന് നോക്കിയാൽ മതി. എന്താ വരിക? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an എന്ന് പറഞ്ഞാൽ 1/n ആ. എന്താ വരിക? 0 വരുന്നുണ്ട്. അതും ക്ലിയർ ആണ്. അപ്പൊ ലിബിനീസ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു സീരീസ് -1 ഹോൾ റേസ് ടു n/n എന്ന് പറയുന്നത് എന്താ? കൺവേർജന്റ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ -1 ഓക്കെ ആണ്, പക്ഷെ +1 ആവുമ്പോൾ അത് ഡൈവേർജന്റ് ആവുന്നുണ്ട്. അപ്പോ വാട്ട് യു ക്യാൻ സേ അബൌട്ട് ദ ഇന്റർവെൽ? അപ്പോൾ ഇന്റർവെലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാം? ദ ഇന്റർവെൽ അല്ലെ, ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് -1 ഓക്കെ ആയതുകൊണ്ട് ക്ലോസ്ഡ് ഇന്റർവെൽ -1, 1 ഓക്കെ അല്ല. ഇതാണ് നമ്മുടെ ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് ഓഫ് ദ സീരീസ്. പവർ സീരീസ് ഏതായിരുന്നു? സമ്മേഷൻ അല്ലെ, x⁻n ഡിവൈഡഡ് ബൈ n-ന്റെ എന്ത്? ഇന്റർവെൽ ഓഫ് കൺവേർജൻസ്. ഇനി ഇതിന്ന് റേഡിയസ് ഓഫ് കൺവേർജൻസ് കാണാൻ പറ്റും? ഓഫ് കോഴ്സ് കാണാം. എന്താണ് റേഡിയസ് ഓഫ് കൺവേർജൻസ് കാണാൻ വേണ്ടിയിട്ട്? നമുക്ക് R എന്ന് വിളിക്കാം കേട്ടോ റേഡിയസ് ഓഫ് കൺവേർജൻസിനെ. ഈ ഇന്റർവെലിന്റെ ലെങ്ത്, വാട്ട് ഇസ് ദ ഇന്റർവെൽ ലെങ്ത്? -1 ആണ്. 1 നോക്കണ്ട അല്ലെ. -1 to 0 ഒരു ലെങ്ത്, 0 to 1 ഒരു ലെങ്ത് 2 അല്ലെ. അപ്പൊ ലെങ്ത്തിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 2 ആണ് ലെങ്ത്, അതിന്റെ ഹാഫ് ഇസ് 1. അപ്പൊ R = 1 ആണ്. ക്ലിയർ ആണോ? ഇതാണ് അതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ്. അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഒരു സീരീസ്, പവർ സീരീസ് തന്നു കഴിഞ്ഞാൽ അത് കൺവേർജന്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനത്തെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അതല്ലാതെ റേഡിയസ് ഓഫ് കൺവേർജൻസ് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്രയും കൺവേർജന്റ് ആവണ ഇന്റർവെൽ അങ്ങനെയൊന്നും കണ്ടുപിടിക്കണം എന്നില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാം. nth റൂട്ട് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നോക്കൂ, ഇതാണ് ആ ഫോർമുല. 1/r = ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് an റേസ് ടു 1/n. ഇത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ 1/r = റേഷ്യോ ടെസ്റ്റിന്റെ ആ ഒരു ഫോർമുല, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an+1 ഡിവൈഡ് ബൈ n. ഇതും യൂസ് ചെയ്യാം. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏതാണോ പവർ സീരീസ് നോക്കുക, അതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ ആണോ? ഇപ്പൊ നമ്മൾ റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ക്ലിയർ? ഇനി അടുത്തത് കൺവേർജൻസ് ഓഫ് പവർ സീരീസ്. ഇത് നമ്മളിപ്പോ പറഞ്ഞു. നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ a ഉണ്ടായിരുന്നില്ല, a = 0 ആയിരുന്നു. നോക്കൂ, there is a positive number r such that the series converges absolutely. എന്താ അവിടെ absolutely? ഫോർ മോഡുലസ് x-a ലെസ് ദാൻ r അല്ലെ. എന്തുകൊണ്ട് അബ്സല്യൂട്ട് കൺവേർജൻസ് പറയണത്? കാരണം നമ്മൾ എടുക്കുന്ന എന്താ? അതിന്റെ മോഡുലസ് വാല്യൂ അല്ലേ. നമുക്ക് തന്നിരിക്കുന്ന സീരീസിന്റെ മോഡുലസ് വാല്യൂ അല്ലെങ്കിൽ മോഡുലസ് വാല്യൂ വരുന്ന ആ സീരീസ് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്നാണ് നമ്മൾ ഇതുവരെയും ചെക്ക് ചെയ്ത് വന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ കൺവേർജൻസ് അബ്സല്യൂട്ട്ലി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, r എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്പർ ആണ്. കൺവേർജൻസ് അബ്സല്യൂട്ട്ലി ആന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? മോഡുലസ് x-a ഈസ് ലെസ് ദാൻ r. അവിടെ ആ ഒരു എക്സാമ്പിളിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മോഡുലസ് x ലെസ് ദാൻ 1 എന്ന് പറഞ്ഞിട്ടാ കൊടുത്തത്. അത് റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അവിടെ r എന്ന് പറയുന്നത് 1 ആയിരുന്നു അല്ലെ. r എന്ന് പറയുന്ന 1 ആയിട്ട് നമുക്ക് കിട്ടിയിരുന്നു. അപ്പൊ അവിടെ നിന്ന് നോക്കൂ, മോഡുലസ് x ലെസ് ദാൻ r ആയതുകൊണ്ടാണ് അത് കൺവേർജന്റ് ആയത്. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കണം. ഈ ഒരു കണ്ടീഷൻ ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കുക. മോഡുലസ് x-a ലെസ് ദാൻ r ആണെങ്കിൽ മാത്രം, r റേഡിയസ് ഓഫ് കൺവേർജൻസ് ആണ് ആണെങ്കിൽ മാത്രം ആ പവർ സീരീസ് എന്തായിരിക്കും? കൺവേർജന്റ് ആയിരിക്കും. അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആയിരിക്കും. അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആയിട്ടുള്ള സീരീസ് എല്ലാം എന്താ? കൺവേർജന്റ് അല്ലേ. അപ്പൊ അത് പ്രത്യേകം എടുത്ത് പറയണ്ട. ഓക്കെ. ഇനി ഡൈവേർജന്റ് ആവണമെങ്കിൽ നേരെ റിവേഴ്സ് ചെയ്യാം അല്ലെ. സൈൻ മോഡുലസ് x-a ഗ്രേറ്റർ ദാൻ r ആയാൽ മതി. ക്ലിയർ ആണോ? അപ്പൊ നേരത്തെ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. മോഡുലസ് x അല്ലെ ലെസ് ദാൻ 1 ആവുമ്പോഴാണ് നമ്മുടെ എന്തായിട്ടുള്ളത്? കൺവേർജന്റ് ആയിട്ടുള്ള. അപ്പൊ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതെന്താണ്? ഡൈവേർജന്റ് ആണ് എന്നുള്ള പറയാം. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഡൈവേർജന്റ് ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ. ഇനി സീരീസിനെ കുറിച്ച് ഇപ്പൊ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2 പോയിന്റ്സ്, n പോയിന്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ നേരത്തെ നമുക്ക് കിട്ടിയ n പോയിന്റ്സ് -1 അല്ലെ. 1 എന്ന് പറയുന്ന n പോയിന്റും ആയിരുന്നു, a 0 ആയിരുന്നു കേട്ടോ. അപ്പൊ ഈ 2 n പോയിന്റ്സിലുള്ള കൺവേർജൻസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആ എക്സിന് പകരം ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുക സീരീസ് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സീരീസ് ചിലപ്പോൾ കൺവേർജ് ചെയ്യാം, ചിലപ്പോൾ കൺവേർജ് ചെയ്യാതെയും ഇരിക്കാം ഈ n പോയിന്റ്സിൽ. ക്ലിയർ ആണോ? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത പോയിന്റ്, സീരീസ് കൺവേർജസ് അബ്സല്യൂട്ട്ലി ഫോർ എവറി എക്സ് ഇഫ് r = ഇൻഫിനിറ്റി. r എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. നിങ്ങൾക്ക് ഇപ്പൊ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിച്ചു, എന്നിട്ട് അത് ഇൻഫിനിറ്റി ആണ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? കൺവേർജസ് അബ്സല്യൂട്ട്ലി പറയാം. അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആയതൊക്കെ കൺവേർജന്റ് ആണ്. അപ്പൊ കൺവേർജന്റ് ആണും എന്നുള്ളത് കൂടി നിങ്ങൾക്ക് പറയാം. ക്ലിയർ? ഇനി അടുത്തത്
R 0 ആണ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, റേഡിയസ് ഓഫ് കൺവേർജൻസ് 0 ആണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടണമെങ്കിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പറയാം, സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ട് അറ്റ് x ഈക്വൽ ടു a, പക്ഷെ ബാക്കി എല്ലായിടത്തും അതെന്താ ഡൈവേർജന്റ് ആണെന്ന് പറയാം. ക്ലിയർ ആണോ? R ഇൻഫിനിറ്റി ആണെങ്കിൽ, മാറിപ്പോകരുത്, R ഇൻഫിനിറ്റി ആണ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കൺവേർജസ് അബ്സല്യൂട്ട്ലി എന്ന് പറയാം. ആറിന്റെ വാല്യൂ 0 ആണ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ട് x ഈക്വൽ ടു a, പക്ഷെ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും അതെന്താണ് ഡൈവേർജന്റ് ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ പോയിന്റ്സ് ഓർത്ത് വെക്കുക. ഒരു പവർ സീരീസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അതിന്റെ റേഷ്യോ ടെസ്റ്റ് ഒന്നും അപ്ലൈ ചെയ്യാതെ എന്താ കൺവേർജൻസ് കാണാൻ വേണ്ടിയിട്ട് റേഡിയസ് ഓഫ് കൺവേർജൻസ് കാണാം. ഓക്കെ, അപ്പൊ R 0 ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പറഞ്ഞൂടെ ആ ഒരു പോയിന്റിൽ മാത്രമാണ് കൺവേർജൻ, ബാക്കി എല്ലായിടത്തും ഡൈവേർജന്റ് ആണ്. ഇൻഫിനിറ്റി ആണെങ്കിൽ അതിനനുസരിച്ച് കൺവേർജന്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതിനാണ് ഈ പോയിന്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ അബൌട്ട് പവർ സീരീസ്? ഈ തന്നിരിക്കുന്ന പവർ സീരീസിനെ കുറിച്ച് ഇതിൽ ശരിയായത് ഏത്? ഓക്കെ, ആദ്യത്തെ നോക്കൂ, കൺവേർജന്റ് ഇഫ് മോഡുലസ് എക്സ് ലെസ് ദാൻ ആർ. എല്ലാ ഓപ്ഷൻസ് നോക്കുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പൊ 3 ആണ് ഇതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് ഉറപ്പിക്കാൻ വരട്ടെ, ചെറിയൊരു നമുക്ക് എന്താ ചെയ്യാം, ഊഹിക്കാം അല്ലെ. അപ്പോൾ 3 കിട്ടുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. നൺ ഓഫ് ദീസും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ അത് മോഡുലസ് എക്സ് ലെസ് ദാൻ ആർ ആണോ ഗ്രേറ്റർ ദാൻ ആർ ആണോ എന്നൊക്കെ വെച്ചിട്ടാണ് അതിന്റെ കൺവേർജൻസും ഡൈവേർജൻസും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കാം ഏത് മെത്തേഡാണ് നമുക്ക് ചെയ്യാം. നമുക്ക് റേഷ്യോ ടെസ്റ്റ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെ. റേഷ്യോ ടെസ്റ്റ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് R ഡയറക്റ്റ് ആയിട്ട് കാണാട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ലിമിറ്റ് അല്ലെ n ടെൻസ് ടു ഇൻഫിനിറ്റി, എന്താ റേഷ്യോ ടെസ്റ്റ് പറയുന്നത്, an + 1 ഡിവൈഡഡ് ബൈ an ആണല്ലോ, മോഡുലസ് an + 1 ഡിവൈഡ് ബൈ an. ഈ L എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജസ് അല്ലെ, പിന്നെയോ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവേർജസ്, ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഈക്വൽ ഇപ്പൊ ഇത് നമുക്ക് ഈ ഒരു കണ്ടീഷൻ മാത്രമേ നമുക്ക് അറിയുന്നതുള്ളൂ. നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ പ്രൊസീഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് വരിക എന്നുള്ളത്. ദിസ് ഇസ് ഈക്വൽ ടു അല്ലെ, എല്ലാണ് കാണേണ്ടത്. നിങ്ങൾക്ക് അറിയാം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, an + 1 എന്ന് പറഞ്ഞാൽ എന്താ വരിക, x⁻n + 1 അല്ലെ ഡിവൈഡഡ് ബൈ 3n + 1, ഇനിയോ n + 1 അല്ലെ √n + 1 എന്നുള്ള രീതിയിലാണ് വരിക. ഇൻറ്റു ഹോൾ ഡിവൈഡഡ് ബൈ an ആണ്. അപ്പൊ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 3n n√n ഡിവൈഡഡ് ബൈ x⁻n എന്നുള്ള രീതിയിൽ വരും. ക്ലിയർ ആണോ? മോഡുലസ് വാല്യൂ നമുക്ക് എടുക്കാം, കാരണം എക്സിന്റെ വാല്യൂ ആണ് നമ്മൾ നിശ്ചയിക്കേണ്ടത്. അപ്പൊ എക്സിന്റെ അവിടെ മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് മോഡുലസ് എടുത്താൽ മതി. ക്ലിയർ? അപ്പോ ഹോൾ മോഡുലസ് എടുത്താലും മതി. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്ത് പോകണ്ടൊക്കെ കട്ട് ചെയ്യും. കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലെ, ഇവിടെ ഒരു x⁻n ഉണ്ട്, ഇവിടെ ഒരു x⁻n ഉണ്ട്. അപ്പൊ അത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ആരാ വരുള്ളൂ, x വരും. ഇനി ഇവിടെ ഒരു 3n ഉണ്ട്, ഇവിടെ നമുക്കൊരു n + 1 ആണ്, 3n കട്ട് ചെയ്യാം. അപ്പൊ ബാക്കി ഒരു 3 താഴെ വരും അല്ലെ, അപ്പൊ x/3 കിട്ടി. ഇനി മുകൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ n × √n അല്ലെ ഡിവൈഡഡ് ബൈ n + 1 × √n + 1. നമുക്ക് ആ n-ഉം n + 1-ഉം ഒരുമിച്ച് എഴുതിയ n/n + 1. ഓക്കെ, ഇനി √n പകരം എനിക്ക് raised to 1/2 എന്ന് എഴുതാലോ. അപ്പൊ എങ്ങനെയാ വരിക, n ഡിവൈഡഡ് ബൈ താഴെയോ n + 1, രണ്ടും റൂട്ട് ആയതുകൊണ്ട് ഹോൾ raised to 1/2. അപ്പൊ ഈ രീതിയിൽ മോഡുലസ് കൊടുക്കുക. നമ്മുടെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാണ് കാണേണ്ടത്. ദിസ് ഇസ് ഈക്വൽ ടു എക്സിനെയും 3നെയും ഈ n ഡിപ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മോഡുലസ് എക്സ് ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് പുറത്തേക്ക് എടുക്കാം കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കൂ ഇവിടെ എങ്ങനെയാ വരിക, n/n + 1 × n/n + 1 ഹോൾ raised to 1/2 എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എക്സ്പോണന്റ് ലോസ് ഒക്കെ യൂസ് ചെയ്താൽ 1 + 1/2 3/2 എന്ന് കിട്ടും അല്ലെ. അപ്പൊ n/n + 1 ദ ഹോൾ raised to 3/2 എന്ന് വരും. ക്ലിയർ ആണോ? ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും, മോഡുലസ് x/3 എന്ന് വരും അല്ലെ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ n/n + 1 ഹോൾ raised to 3/2 ആണ്. n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കാൻ വേണ്ടി n നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, പുറത്തേക്ക് എടുത്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ലീഡിംഗ് ടേമിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക. ഇവിടെ ലീഡിംഗ് ടേം n ആണ്, കോഎഫിഷ്യന്റ് 1 ആണ്, താഴെ 1 ആണ്. അപ്പൊ ലിമിറ്റ് എന്താ വരിക, 1 raised to 3/2 എന്ന് വരും. അത് 1 തന്നെയാണ്. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് നമുക്ക് എല്ലായിട്ട് കിട്ടുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ കൺവേർജൻസും ഡൈവേർജൻസും ആണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം L ലെസ് ദാൻ 1 ആണെങ്കിൽ അല്ലേ അത് കൺവേർജന്റ് ആവുള്ളൂ.
അപ്പൊ എന്ത് കിട്ടി? മോഡുലസ് എക്സ് അല്ലെ, 3ക്ക് മോഡുലസ് കൊടുക്കേണ്ട കാര്യം ഓൾറെഡി പോസിറ്റീവ് ആണ്, ലെസ് ദാൻ 3 എന്നുള്ള രീതിയിൽ എഴുതാലോ. 3 ഇങ്ങോട്ട് പോകുമ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്പൊ മോഡുലസ് എക്സ് ലെസ് ദാൻ 3 ആകുമ്പോൾ ഈ സീരീസ് എന്താ? കൺവേർജസ് എന്ന് കിട്ടി. ഇനി നിങ്ങളൊന്ന് ഓപ്ഷൻ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി മോഡുലസ് എക്സ് ലെസ് ദാൻ 3 ആകുമ്പോൾ കൺവേർജസ്. അപ്പൊ ഡൈവേർജസ് എപ്പോഴായിരിക്കും? മോഡുലസ് എക്സ് ഗ്രേറ്റർ ദാൻ 3 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്. അപ്പൊ തന്നെ നമ്മൾ നേരെ പോയിട്ട് ആ ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ എ നമ്മൾ അങ്ങോട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞ് വിട്ടു. കറക്റ്റ് ആണോ? ആയിരിക്കണം എന്നില്ല. കാരണം ഇവിടെ ബി ഓപ്ഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചറിയാൻ നോക്കൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുണ്ട്. അപ്പൊ അതും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം. അതായത് അതിന്റെ അർത്ഥം എന്താ? മോഡുലസ് എക്സ് ഈക്വൽ ടു 3 ആണെങ്കിൽ, മോഡുലസ് എക്സ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എക്സ് ഈക്വൽ ടു 3 ആവാം, അല്ലെങ്കിൽ -3 ആവാം. കാരണം ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് നമ്മൾ എടുത്താൽ നമുക്കറിയാം അല്ലെ, സെന്റേർഡ് അറ്റ് 0 ആണ്. ഓക്കെ, അപ്പൊ -3 എന്ന് പറയുന്ന ഈ ഇന്റർവെലിന്റെ ഉള്ളിലാണ് കൺവേർജന്റ് ആവുക. അപ്പൊ -3ലും 3ലും എന്താ സംഭവിക്കുന്നതെന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്യണല്ലോ. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ചെക്ക് ചെയ്യുന്ന സമയത്ത് എക്സിന് പകരം എന്തിട്ട് കൊടുക്കുക? ആദ്യം 3 എടുത്ത് നോക്കാം. 3 ഇട്ടാൽ എന്താ സംഭവിക്കുക? ഇവിടെ സീരീസ് നോക്കൂ, 3n ഡിവൈഡഡ് ബൈ 3n അല്ലെ, n√n എന്നുള്ള രീതിയാണ്. 3n ക്യാൻസൽ. അപ്പൊ സീരീസ് എന്താവും? സീരീസ് 1/n √n എന്ന് പറഞ്ഞാൽ n⁵3/2 അല്ലേ, 1 + 1/2. ഓക്കെ, ഈ സീരീസ് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ? പി സീരീസ് ആണ്. പി സീരീസ് എന്താണ്? പി സീരീസ് ആണ്. പി സീരീസ് 3/2 ആണ്. 3/2 എന്ന് പറഞ്ഞാൽ എന്താ? പി ഗ്രേറ്റർ ദാൻ 1 ആണ്. 3/2 ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പൊ എന്താ? കൺവേർജൻസ് ആണ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മള് എക്സിന് 3 അല്ലെ, മോഡുലസ് എക്സിന് 3 ഇട്ട് കൊടുത്ത സമയത്ത് എന്ത് സംഭവിച്ചു? ഇത് കൺവേർജന്റ് ആണ് എന്നുള്ളത് കിട്ടി. ദെർഫോർ നമുക്ക് എന്ത് പറയാം? മോഡുലസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് അവിടെ കൊടുത്തൂടെ? ക്ലിയർ? അപ്പൊ മോഡുലസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആകുമ്പോൾ കൺവേർജസ്, ഗ്രേറ്റർ ദാൻ 3 ആകുമ്പോൾ ഡൈവേർജസ്. അപ്പൊ അതിൽ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്ന നോക്കൂ, ഓപ്ഷൻ ബിയിൽ ലെസ് ദാൻ ഈക്വൽ ടു 3 ഡൈവേർജസ്, മോഡുലസ് എക്സ് ഗ്രേറ്റർ ദാൻ 3 ഉണ്ട്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയി ചെയ്യാൻ നിൽക്കരുത്, നിങ്ങൾ ആ പോയിന്റിലും കൂടി ഉള്ളത് ചെക്ക് ചെയ്തോണം. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കൂ, ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇന്റർവൽ ഓഫ് കൺവേർജൻസ് ഒന്നും കാണേണ്ട ആവശ്യമില്ല, അത് കണ്ടിട്ടും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന നോക്കൂ, സമ്മേഷൻ x⁻n/2n+4n എന്ന് പറയുന്ന ഒരു സീരീസ് ആണ്, ഒരു പവർ സീരീസ് ആണ്. അതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് r=, എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർമുല അപ്ലൈ ചെയ്യാം. ഫോർമുല അപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് ചെയ്യാം അല്ലെ. അപ്പൊ 2 ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് 1/r = അല്ലെ, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an⁻1n. പക്ഷെ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നോക്കൂ, (1/n) എന്ന് പറയുമ്പോൾ ഇവിടെ ഓക്കെ ആണ് അല്ലെ. ഇനി താഴെ നോക്കുമ്പോൾ ഇത് (1/n) ആണല്ലോ വരിക. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ റേഷ്യോ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളതൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോ 1/r = 1/r കാണുന്ന സമയത്ത് നിങ്ങൾ ഈ x⁻n എന്ന് പറയുന്നത് എടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? എക്സിന്റെ വാല്യൂ എന്താണെന്നുള്ളതല്ല നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, നമുക്ക് എന്താ r ആണ് കാണേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ പവർ സീരീസിലുള്ള ഈ ഒരു a എന്ന് പറഞ്ഞിട്ട് എടുക്കേണ്ടത് 1/2n+4n. എക്സിനെ നിങ്ങൾ നോക്കിയേ വേണ്ട, കാരണം അവിടെ ഇന്റർവൽ ഓഫ് കൺവേർജൻസ് അല്ല കാണേണ്ടത് അല്ലെ. ഏത് ഇന്റർവൽ എക്സിന് എന്ത് വാല്യൂ കൊടുക്കുമ്പോഴാന്നുള്ളത് നമുക്ക് ഇവിടെ കാണേണ്ട കാര്യമില്ല. ഇവിടെ റേഡിയസ് ഓഫ് ആ റേഡിയസ് എത്രയാണെന്നാണ് നോക്കേണ്ടത് അല്ലെ. ആ ഒരു നീളം എത്രയാണെന്ന് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ക്ലിയർ ആണോ? അതുകൊണ്ട് an ആയിട്ട് ഇത് വേണം എടുക്കാൻ. അപ്പൊ an = 1/2n+4n = അല്ലെ 1/r ആണ് കാണേണ്ടത്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. റേഷ്യോ ടെസ്റ്റ് എന്താ പറയുന്നത്? മോഡുലസ് an+1 ഡിവൈഡഡ് ബൈ an ആണ് കാണേണ്ടത്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് അല്ലെ an+1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1/2n+1 +4n+1 എന്ന് വരും. ഹോൾ ഡിവൈഡ് ബൈ an ആയതുകൊണ്ട് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. an എന്താ? 2n + 4n/1 എന്നുള്ള രീതിയിലാണ് വരിക. ക്ലിയർ ആണോ? ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടെ എന്താ വരിക? ലിമിറ്റ് അല്ലെ n ടെൻസ് ടു ഇൻഫിനിറ്റി. ദാ നോക്കൂ, 2 മോഡുലസിന്റെ ആവശ്യമില്ല, 2n + 4n പോസിറ്റീവ് തന്നെയാണല്ലോ, ഡിവൈഡഡ് ബൈ 2n + 1 + 4n + 1 എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇതെങ്ങനെയാ ചെയ്യാൻ പറ്റുക?
ഇവിടെ നിങ്ങൾക്കറിയാം 1/n എന്നുള്ള രീതിയിലാണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ അതിന്റെ വാല്യൂ 0 ആണ് വരുന്നത്. 0ലേക്കാണ് ആ ലിമിറ്റ് ടെൻഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ രീതിയിൽ ഇവിടെ എടുക്കുകയാണെങ്കിൽ അല്ലെ 1/n എന്നുള്ള രീതിയിൽ വരണം എന്നുണ്ടെങ്കിൽ ഏത് കോമൺ ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്? നമുക്ക് 4n എടുത്ത് നോക്കാം. അപ്പൊ എന്താ വരിക? 4n ഇൻറ്റു അല്ലെ 2n by 4n plus 1 എന്നുള്ള രീതിയിൽ വരും. താഴെ അതേപോലെ നോക്കുമ്പോൾ 4n plus 1 ഏറ്റവും ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നത് നോക്കാം. 4n plus 1 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ what will be the result? 2n plus 1 divided by 4n plus 1 plus 1 എന്നുള്ള രീതിയിൽ വരും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 4n കോമൺ ആണ്. ഇവിടെ ഒരു 4n ഇവിടെ ഒരു 4ഉം കൂടി ബാക്കിയുണ്ട് അല്ലെ. അപ്പൊ അതൊന്ന് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/4 ഇൻറ്റു എന്താ ഈ 2/4 ദ ഹോൾ റേസ് ടു n? 2/4 ദ ഹോൾ റേസ് ടു n എന്നാണ് 2/4 1/2 ആ. അപ്പൊ 1/2 ദ ഹോൾ റേസ് ടു n വരും. അറിയാം 1 റേസ് ടു n കൊടുത്തു കഴിഞ്ഞാൽ 1 തന്നെയാണ്. അപ്പൊ നമുക്ക് അതിന് പകരം ഇങ്ങനെ എഴുതാലോ 1/2 റേസ് ടു n പ്ലസ് 1. താഴെയും അതേപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 1/2 റേസ് ടു n പ്ലസ് 1 പ്ലസ് 1 എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, ഇനി ലിമിറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ 1/r ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ n ടെൻസ് ടു ഇൻഫിനിറ്റി n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ടെൻഡ് ചെയ്യുന്ന സമയത്ത് 1/2 റേസ് ടു n എങ്ങോട്ട് ടെൻഡ് ചെയ്യും? 0ലോട്ടാണ് ടെൻഡ് ചെയ്യുക. അപ്പൊ 0 പ്ലസ് 1 എന്ന് വരും. താഴെ അതേപോലെ നോക്കുമ്പോൾ അല്ലെ ഇവിടെയും 0 പ്ലസ് 1 എന്ന് വരും. ഇൻറ്റു 1 എന്നുള്ള രീതിയിൽ വരും. സോ 1/r ഈക്വൽ ടു 1/4 നീട്ടി നമ്മളുടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് r എത്രയെന്നാ ചോദിച്ചത്. ഇന്റർവെൽ ഒന്നും കാണണ്ട. അപ്പൊ r ഈക്വൽ ടു എന്താ? റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 4 എന്നാണ് റേഡിയസ് ഓഫ് കൺവേർജൻസ് ആയിട്ടുള്ള r വരാം. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് നോക്കേണ്ടത്. ഇനി ഇതിന്റെ ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ എന്താ മോഡുലസ് എക്സ് ലെസ് ദാൻ r ആണെങ്കിലാണ് കൺവേർജന്റ് ആവുക എന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? മോഡുലസ് എക്സ് ലെസ് ദാൻ വാട്ട് ഇസ് r? 4. അപ്പൊ ഇന്റർവെൽ ഏതാ? -4, 4 ആണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഈ നമ്മൾ പറഞ്ഞിരുന്നു എക്സ് ഈക്വൽ ടു -4 അല്ലെങ്കിൽ 4 ആവുന്ന സമയത്ത് അത് കൺവേർജന്റ് ആവാം ഡൈവേർജന്റ് ആവാം, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ എക്സിന് പകരം നിങ്ങൾ 4n ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ടൊന്ന് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നോക്കിയാൽ മതി. അത് സാധാരണ നമ്മൾ നേരത്തെ ഒക്കെ ചെയ്ത പോലെ തന്നെ റേഷ്യോ ടെസ്റ്റോ അല്ലെങ്കിൽ റൂട്ട് ടെസ്റ്റോ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അത് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് റേഡിയസ് ഓഫ് കൺവേർജൻസ് യൂസ് ചെയ്തിട്ട് ഒരു പവർ സീരീസിന്റെ കൺവേർജൻസ് ഡൈവേർജൻസ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയാനുള്ളത് ടെയ്ലർ ആൻഡ് മക്ലൂറിയൻ സീരീസ് ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻസ് വരുന്നത് വളരെ ചുരുക്കമാണ്, എന്നാലും നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുത്തു. അതിന്റെ ഡെറിവേറ്റീവ് എല്ലാ ഓർഡറിൽ വരുന്ന ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കണ്ടെയ്നിങ് എ ആസ് ആൻ ഇന്റീരിയർ പോയിന്റ്. എ എന്ന് പറയുന്നത് ആ ഒരു ഫംഗ്ഷൻ ഒരു ഇന്റീരിയർ പോയിന്റ് ആണ്. ഓക്കെ, ഡൊമൈനിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഇന്റീരിയർ പോയിന്റ് ആണ് എ. അങ്ങനെയാണെങ്കിൽ ടെയ്ലർ സീരീസ് ജനറേറ്റഡ് ബൈ എഫ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യുന്ന ടെയ്ലർ സീരീസ് അറ്റ് എക്സ് ഈക്വൽ ടു എ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഇസ് സമ്മേഷൻ k ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എഫ് കെ ഓഫ് എ ബൈ കെ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എ ദ ഹോൾ റേസ് ടു കെ. ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ടെയ്ലർ സീരീസ് കിട്ടും. അപ്പൊ എല്ലാ ഓർഡറിലുള്ള ഡെറിവേറ്റീവും എക്സിസ്റ്റ് ചെയ്യണം. അതിൽ എ എന്ന് പറയുന്നത് ഒരു ഇന്റീരിയർ പോയിന്റ് ആയിട്ട് അതിന്റെ ഡൊമൈനിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ടെയ്ലർ സീരീസ് ഒരു ഫംഗ്ഷന്റെ ടെയ്ലർ സീരീസ് ഡിഫൈൻ ചെയ്യാം. നമുക്ക് സൈൻ എക്സ് ഇ റേസ് ടു എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു സീരീസ് ആയിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്തൂടെ? അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ അത് ആ സീരീസ് നിങ്ങൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ അത് ഡിഫൈൻ ചെയ്യാൻ എങ്ങനെയാ? എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് എ ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എ ദ ഹോൾ റേസ് ടു 1 പ്ലസ് എന്ത് ചെയ്താൽ മതി? ഇതങ്ങ് പഠിച്ചു വെക്കാം. എന്നിട്ട് കെ ഫ്രം 0 ടു ഇൻഫിനിറ്റി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെയ്ലർ സീരീസ് കിട്ടും. അപ്പൊ ഇതിങ്ങനെ കാണാതെ പഠിക്കണം എന്നില്ല, അതിന് പകരം ഇത് പഠിച്ചാലും മതി. ഈ റേസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ ഒക്കെ ക്ലിയർ. ഇനി അടുത്തത് അതിന്റെ തന്നെ മക്ലൂറിയൻ സീരീസ് എങ്ങനെയാ കാണുക? മക്ലൂറിയൻ സീരീസിന് ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളൂ. ഇതാണ് ടെയ്ലർ സീരീസ് അല്ലെ. മക്ലൂറിയൻ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെയ്ലർ സീരീസ് തന്നെയാണ്, ഫംഗ്ഷന്റെ ടെയ്ലർ സീരീസ് തന്നെയാണ്, പക്ഷെ ജനറേറ്റഡ് ബൈ എഫ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, എക്സ് ഈക്വൽ ടു എ അല്ല, എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഉള്ള എന്താണ് ടെയ്ലർ സീരീസിനെയാണ് നമ്മൾ എന്ത് പറയാ? മക്ലൂറിയൻ സീരീസ് എന്ന് പറയാം. അപ്പൊ ജസ്റ്റ് ഒരു ഡിഫറൻസ് വരിക, എക്ക് പകരമൊക്കെ നിങ്ങൾ 0 കൊടുക്കണം. അപ്പൊ എന്താ വരിക? എഫ് കെ ഓഫ് 0 അല്ലെ
ബൈ കെ ഫാക്ടോറിയൽ എക്സ് മൈനസ് എ 0 ആണ്. അപ്പൊ എന്താ വരിക, എക്സ് റേസ് ടു കെ എന്ന് മാത്രം വരും, ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് എല്ലായിടത്തും 0 ഇട്ട് കൊടുക്കുക. ക്ലിയർ ആണോ? അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഒരു എക്സാമ്പിൾ വഴി പറയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഒന്നും കൂടി അത് മനസ്സിലാവുന്നത്. നമുക്കൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ആദ്യം ടൈലർ സീരീസ് ഫോർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് എബൌട്ട് എക്സ് ഈക്വൽ ടു 1 ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ടൈലർ സീരീസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ടൈലർ സീരീസ് അല്ലെ. സമ്മേഷൻ കെ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എഫ് കെ ഓഫ് എ. എഫ് കെ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെത്ത് ഡെറിവേറ്റീവ് എന്നാട്ടോ, ഡിവൈഡ് ബൈ കെ ഫാക്ടോറിയൽ എക്സ് മൈനസ് എ ഹോൾ റേസ് ടു കെ. നമുക്ക് ഓരോന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യാം അല്ലെ. അപ്പൊ ആദ്യം നമുക്കറിയാം കെ 0 കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എന്താ വരിക, എഫ് ഓഫ് 1 എന്നുള്ള രീതിയിലാണ് വരിക. ക്ലിയർ ആണോ? ഇനി കെക്ക് എന്ത് ഇട്ട് കൊടുക്കുക, നിങ്ങൾ 1 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് 1 അല്ലെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എഫിന്റെ ഡെറിവേറ്റീവ്സ് കാണണമെന്ന് മനസ്സിലായി. അപ്പൊ ആദ്യം നിങ്ങൾ എഫിന്റെ ഡെറിവേറ്റീവ്സ് കണ്ടു നോക്കുക. എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് അല്ലെ. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഗെയിൻ ഇറ്റ് ഇസ് ഇ റേസ് ടു എക്സ്. പിന്നെ എഫ് ഡബിൾ ഡാഷും എന്തായിരിക്കും, ഇ റേസ് ടു എക്സ് ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അറ്റ് എക്സ് ഈക്വൽ ടു 1 ആ ചോദിച്ചത്. അപ്പൊ എഫ് ഓഫ് 1 എന്താ, ഇ റേസ് ടു 1 ഇ എൻ എ. എഫ് ഓഫ് അഗെയിൻ 1 അല്ലെ, എന്താണ് ഇ റേസ് ടു 1 ഇ എൻ എ. ക്ലിയർ ആണോ? അപ്പൊ ഈ രീതിയിലാണ് പോവുക. അപ്പൊ നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എഫ് ഓഫ് 1 എന്താ ഇ അല്ലെ. അപ്പൊ ഇ. ഇനി പ്ലസ് എഫ് ഡാഷ് ഓഫ് 1 എന്താ, എഫ് ഡാഷ് ഓഫ് 1 എന്തായിരുന്നു, എഫ് ഡാഷ് ഓഫ് 1 അതും ഇ തന്നെയാണ്. അപ്പൊ ഇ ഇൻറ്റു എക്സ് മൈനസ് 1 ദ ഹോൾ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 1. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 എന്താ, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇ റേസ് ടു എക്സ്. അപ്പൊ എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 എന്താ, അതും ഇ റേസ് ടു 1 ഇ തന്നെയാണ്. സോ ഇ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. അപ്പൊ അങ്ങനെ നമ്മുടെ ഇൻഫൈനൈറ്റ് ആയിട്ട് അങ്ങനെ സീരീസ് പോകും. ഇതിലെല്ലാം കോമൺ ആയിട്ട് ഇ ഉണ്ട്. ഈ ഒന്ന് നിങ്ങൾ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് 1 പ്ലസ് 1 ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്നുള്ള രീതി കിട്ടും. ഇതിന്റെ ഒരു സമ്മേഷൻ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, സമ്മേഷൻ അല്ലെ എൻ വെച്ച് കൊടുക്കാം, എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി. ഇനി എന്താണ്, എക്സ് മൈനസ് 1 ചേഞ്ച് ഒന്നുമില്ല. അപ്പൊ എക്സ് മൈനസ് 1 ദ ഹോൾ റേസ് ടു, അതിന്റെ പവർ ആണ് ചേഞ്ച് ചെയ്യുന്നത്. ആദ്യത്തെ പവർ എന്താ 0 ആണ്, പിന്നെയാണ് 1. അപ്പൊ എക്സ് മൈനസ് 1 ഹോൾ റേസ് ടു എൻ. ക്ലിയർ ആണോ? ആദ്യത്തെ പവർ 0 ആയതുകൊണ്ടാണ് എൻ തന്നെ കൊടുത്തത് കേട്ടോ. ഇനി ഡിവൈഡഡ് ബൈ എന്താ എൻ ഫാക്ടോറിയൽ ആണല്ലേ, കാരണം ഇവിടെ 0 ആകുമ്പോൾ 0 ഫാക്ടോറിയൽ 1 ആണല്ലോ. അപ്പോൾ എൻ ഫാക്ടോറിയൽ ഒരു ഇയും കൂടി ഉണ്ട്. ഇതാണ് ഇ റേസ് ടു എക്സിന്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എബൌട്ട് എക്സ് ഈക്വൽ ടു 1. ഇതേപോലെ എക്സ് ഈക്വൽ ടു 2 ആവാം, എക്സ് ഈക്വൽ ടു 3 ആവാം. അതൊക്കെ നിങ്ങൾക്ക് ഇതേ മെത്തേഡിൽ തന്നെ ഇവിടെ എക്ക് പകരം എന്ത് ചെയ്യണം, 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3, 0 ആണെങ്കിൽ 0 ആ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ മക്ലൂറിയൻ സീരീസ് എക്സ്പാൻഷൻ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞിരുന്നു മക്ലൂറിയൻ സീരീസ് എന്ന് പറഞ്ഞാൽ ടൈലർ സീരീസ് എക്സ്പാൻഷൻ തന്നെയാണ്, പക്ഷെ എബൌട്ട് എന്താണ് എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ. അപ്പൊ അതായത് ഇവിടെ ഉള്ള എക്കൊക്കെ എന്ത് കൊടുക്കണം, 0 കൊടുക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇവിടെയുള്ള എക്കൊക്കെ 0 കൊടുക്കുക എന്ന് പറയുമ്പോൾ ദാ ഇത്രയേ ഉള്ളൂ. മക്ലോറിയൻ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇതാണ്. എഫ് കെ ഓഫ് 0 ബൈ കെ ഫാക്ടോറിയൽ എക്സ് റേസ് ടു കെ എന്നുള്ള രീതിയിലാണ് അല്ലെ. അതിന്റെ എക്സ്പാൻഷൻ വൈസ് ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പൊ എഫ് ഓഫ് 0 എന്ന് പറയുമ്പോൾ എന്താ വരിക, നിങ്ങൾക്ക് അറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് ആണ് അല്ലെ. അപ്പൊ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ വരിക, ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ഡെറിവേറ്റീവും കാണണം, ഇ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പൊ എഫ് ഡാഷ് ഓഫ് 0 എന്താ, ഇ റേസ് ടു 0 എഗെയിൻ നിങ്ങൾക്ക് 1 തന്നെയാണ് വരിക. അപ്പൊ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് 0 1 ആണ്, 1 ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ്, സോറി 1 ഇൻറ്റു എക്സ് പ്ലസ് അടുത്തത് എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 1 ആണ്, 1 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര. സോ ഇ റേസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ ഇതാണ് 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഓക്കെ ആണോ? അപ്പൊ ഈ രീതിയിലാണ് ടൈലർ സീരീസ് എക്സ്പാൻഷനും അതേപോലെ മക്ലോറിയൻ സീരീസ് എക്സ്പാൻഷനും കണ്ടുപിടിക്കേണ്ടത്. ഇതൊക്കെ ചിലപ്പോൾ കൺവേർജൻസ് ഡൈവേർജൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന സീരീസ് എക്സ്പാൻഷൻസ് ആണ്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ എപ്പോഴാണ് കൺവേർജൻസ്, റേഡിയസ് ഓഫ് കൺവേർജൻസ് യൂസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാന്നുള്ളത് ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം. പവർ സീരീസ് വരുന്ന സമയത്ത് അത് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ PSC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും കൂടി എളുപ്പം ചെയ്യാൻ. ഓക്കെ, ദെൻ ബൈ, താങ്ക് യു.